മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, അരികിൽ നീ വരണമേ. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, അരികിൽ നീ വരണമേ. പ്രാർത്ഥനയോടെ കാനായിലെ ഭവനെന്ന പോലെ നമ്മുടെ ഭവനത്തിലും അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ ഭവനങ്ങളെ അമ്മയ്ക്ക് സമർപ്പിച്ച് വരികളോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ മുൻപിൽ നിൻ തിരുസ്നേഹം മധ്യസ്ഥത്തിൻ പൂമഴയേകി. ചേർന്ന് പാടാം. അമല മനോഹരി, അമല മനോഹരി അമ്മേ, പ്രാർത്ഥനയോടെ അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നുള്ളം, അരികിൽ നീ വരണമേ, അരികിൽ നീ വരണമേ, അരികിൽ നീ വരണമേ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രൂപം നമ്മുടെ കൺമുൻപിലുണ്ടാകട്ടെ. അമ്മ മാതാവേ, അമല മനോഹരിയായ അമ്മേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ കുടുംബങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വിമല സങ്കേതം ശുശ്രൂഷ ശലോം കൂട്ടായ്മയോട് ചേർന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പ്രിയ മക്കളെല്ലാം അമ്മ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളിൽ എന്നും ഈശോയുടെ പക്കൽ നിന്നും അനുഗ്രഹം വാങ്ങിത്തരുവാൻ കൂടെ ഉണ്ടാകണമേ. കനായിലെ ഭവനത്തിൽ എന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വേളകളിലും അമ്മ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഒരു വഴികാട്ടിയായി, സഹയാത്രികയായി അമ്മ കൂടെ ഉണ്ടാകണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഇന്നിൻ്റെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെയും നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. വിമല സങ്കേതം 19-ാം ദിനത്തിൻ്റെ ഈ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് അനുഭവവേദ്യമാകുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് വലിയൊരു അനുഗ്രഹമാകുവാൻ ഇന്നേ ദിനത്തിലെ ശുശ്രൂഷകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാൻ്റെ വചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാം തിരുവചനം. നഥാനയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്നു കാണുക. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിമല സങ്കേതം ശുശ്രൂഷയുടെ 19-ാം ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ ദിനങ്ങളിലൂടെ നമ്മളെ നയിച്ച പരമകാരുണ്യകനായ നല്ല ദൈവത്തിന് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്കും പരിശുദ്ധ അമ്മ ചേർത്ത് വയ്ക്കുകയായിരുന്നു.
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ 19-ാം ദിനത്തിലെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 2-ാം ഘട്ടത്തിൻ്റെ അവസാന ദിവസം. ആദ്യഘട്ടം, ആദ്യത്തെ 12 ദിനങ്ങളിൽ ലോകാരൂപിയിൽ നിന്നുള്ള മോചനം. പ്രത്യേകിച്ച് നമ്മൾ 12-ാം ദിനത്തിൽ കുമ്പസാരിച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ചു. 13 മുതൽ 7 ദിനങ്ങൾ, 19-ാം ദിനം വരെയുള്ള ഈ ദിവസങ്ങളിൽ നമ്മുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ആത്മജ്ഞാനത്തിലേക്ക്, വ്യക്തിജീവിതത്തിൻ്റെ ബലഹീനതകളെ, കുറവുകളെ, പോരായ്മകളെ നാം കണ്ടെത്തുകയും അവയെ എപ്രകാരം ദൈവഹിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാമെന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദിനങ്ങളാണ്. അതിൻ്റെ 7-ാം ദിനത്തിലാണ്. 19-ാം ദിനം 2-ാമത്തെ ഘട്ടത്തിൻ്റെ 7-ാം ദിനം, അവസാന ദിവസമാണ്. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ബലഹീനതകളിൽ, കുറവുകളിൽ ബലവാനായ ദൈവം ശക്തമായിട്ട് ഇടപെടും എന്ന വലിയൊരു ആഴമായ ബോധ്യത്തിലേക്ക് തമ്പുരാൻ നമ്മളെ നയിക്കുകയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ മഹത്വമോ എൻ്റെ മേന്മയോ എൻ്റെ കഴിവുകളൊന്നുമല്ല, മറിച്ച് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ പറയുവാൻ പാകത്തിന് എളിമയുടെ ഒരു വലിയ കൃപ നൽകി. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിനത്തിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കണം കേട്ടോ, നമ്മുടെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആരെയും കൈവെടിയുന്നവനല്ല നമ്മുടെ ദൈവം, മറിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകം നമ്മളിലുണ്ട്. നാം ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46-ാം തിരുവചനം. നഥാനിയേൽ ചോദിക്കുന്നുണ്ട്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? നഥാനിയേലിനെ ഈശോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഫിലിപ്പോസ് പറയുകയാണ്, നീ വന്ന് കാണുക. പ്രിയമുള്ളവരെ, ഫിലിപ്പോസ് ഈശോയുടെ സന്നിധിയിലേക്ക് നഥാനിയേലിനെ കൂട്ടിക്കൊണ്ടുവരുന്ന മനോഹരമായ വചനഭാഗം. ഇതിൻ്റെ ആദ്യത്തെ ചിന്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്: ഫിലിപ്പോസിനെ പോലെ തമ്പുരാൻ്റെ പക്കലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള വലിയൊരു ദൗത്യം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഭരമേൽപ്പിക്കുന്നുണ്ട്. അതിന് നഥാനിയേൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഫിലിപ്പോസ് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നത്, ഫിലിപ്പോസ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവസ്നേഹത്തെ അനുഭവിച്ചവനായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിലൂടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന അതാണ്: അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ ജീവിതത്തെ, ഈശോയുടെ സ്നേഹത്തെ, സ്വർഗത്തിൻ്റെ കൃപകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമാക്കുമ്പോൾ ആ ദൈവീക കൃപയിലേക്ക് മറ്റുള്ളവരെ കൈപിടിച്ച് കൊണ്ടുവരുവാനുള്ള വലിയൊരു ദൗത്യം ഈശോ നമ്മളെ ഓരോരുത്തരെയും ഭരമേൽപ്പിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ വഴിയായി ദൈവം എന്നെ ഭരമേൽപ്പിക്കുന്ന ഈ ദൗത്യം അത് ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ദിനങ്ങളിൽ പോലും അനേകരിലേക്ക് ഈ ശുശ്രൂഷ നമുക്ക് എത്തിച്ചു കൊടുക്കാം. ആരെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കുമ്പോൾ കുടുംബം ഒന്നിച്ച് ഇത് വലിയൊരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നതായി ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് ബോധ്യമാകും. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നഥാനിയേലിൻ്റെ ചോദ്യമാ. പ്രിയമുള്ളവരെ, നസ്രത്തിൻ്റെ നന്മയാണ് ലോകത്തിൻ്റെ രക്ഷയായി തീർന്ന യേശു ക്രിസ്തു. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ആ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടിൽ നസ്രത്തിൽ നിന്ന് നന്മയൊന്നും വരുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ നസ്രത്ത് എന്ന് പറയുന്നത് ഇല്ലായ്മയുടെ ഇടമായിട്ട് നാം ധ്യാനിച്ചെടുക്കുമ്പോൾ, ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ പാകത്തിനുള്ള രക്ഷകൻ കടന്നു വരുന്ന ഇടമായിട്ട് നസ്രത്തിനെ രൂപാന്തരപ്പെടുത്തിയത് യേശുവിൻ്റെ സാന്നിധ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു പോകുന്ന ധ്യാനചിന്ത ഇതാണ്: എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ, എൻ്റെ കുറവുകളെ, എൻ്റെ പോരായ്മകളെ അത് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മയൊക്കെ നോക്കി ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടാകും, ഇവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഒരു കഴിവില്ലാത്തവനാണ്,
കഴിവില്ലാത്തവളാണ്. ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടൊരു ഉത്തരവാദിത്വ ബോധമില്ല. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തീർക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇങ്ങനെ സമൂഹം മാറ്റി നിർത്തുന്ന, കുടുംബാംഗങ്ങൾ ഒറ്റപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ സങ്കടത്തിലൂടെയാണോ നീ കടന്നു പോകുന്നതെങ്കിൽ തമ്പുരാൻ പറയുകയാണ്, നസ്രത്ത് എന്ന് പറയുന്നത് നീയാണ്, നിന്റെ കുടുംബമാണ്. നസ്രത്ത് എന്ന് പറയുന്നത് നീയും നിന്റെ കുടുംബവുമാണെങ്കിൽ ആ നസ്രത്തിൽ നിന്നും നന്മ കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കാരണം ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഈ ലോകത്തെ മുഴുവനായി സൃഷ്ടിച്ച ദൈവം ഇതാ നിന്റെ ജീവിതത്തിൻ്റെ അപമാനങ്ങളെ, നിന്റെ ജീവിതത്തിൻ്റെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്ന, അപമാനിക്കുന്ന എല്ലാ മേഖലകളെയും എടുത്തു മാറ്റുവാനായിട്ട് ശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നിന്നോട് ചേർത്ത് പറയുന്ന മറ്റൊരു വചനം ഇതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തിലേക്ക് ദൈവം അവരുടെ വാർദ്ധക്യത്തിൽ കുഞ്ഞിനെ നൽകുമ്പോൾ എലിസബത്ത് പറയുന്ന വചനമാണിത്. ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥ വലിയ വേദനാജനകമായിരുന്നു. ദൈവത്തിൻ്റെ കോപമാണ് എന്നൊക്കെ പറഞ്ഞ് സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ ഇതാ ഒത്തിരിയധികം വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന എലിസബത്തിൻ്റെ ജീവിതത്തിലേക്ക്, സക്കറിയായുടെ ജീവിതത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക് ഇതാ അവരുടെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് എലിസബത്ത് പറയുന്ന വചനമാ, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദര, സഹോദരി, ഒരുപക്ഷെ മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ വലിയ സങ്കടത്താൽ, അപമാന ഭാരത്താൽ തലയും താഴ്ത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഓർക്കുക, നിന്നിൽ നിന്ന് നസ്രത്തിലെ നന്മ പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന് ഒത്തിരിയധികം കൃപകളും അനുഗ്രഹങ്ങളും അനേകർക്ക് പകർന്നു നൽകുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കുമ്പോൾ നിന്റെ ഈ ബലഹീനതകളെ, നിന്റെ ഈ സങ്കടങ്ങളെ, നിന്റെ ഈ രോഗാവസ്ഥകളെ, നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നിന്നെ എടുത്തുയർത്തുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധി അമ്മ നിന്നെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ്. ദൈവത്തിനൊന്നും അസാധ്യമായിട്ട് നിന്റെ ജീവിതത്തിലില്ല. പ്രിയമുള്ളവരെ, ഞാനും നീയുമാണ് നസ്രത്ത് എന്ന് പറയുന്നത്. പഴയ നിയമഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു യാക്കോബ് കാണുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ച്. ഇതാ 12-ാം തിരുവചനം, ഉൽപ്പത്തിയുടെ 28-ന്റെ 12-ാം തിരുവചനം മുതൽ. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്. വീണ്ടും 15-ാം തിരുവചനം, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. യാക്കോബ് ആ ഇടത്തിന് ബഥേൽ എന്നു പേര് നൽകി. എൻ്റെ ദൈവത്തിൻ്റെ ഭവനമല്ലാതെ, ഇതെൻ്റെ ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനഭാഗം വായിക്കുമ്പോൾ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന, യാക്കോബിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു പിന്നാമ്പുറമുണ്ട്, യാക്കോബിൻ്റെ ഒരു ജീവിതമുണ്ട്. യാക്കോബിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരനെ ചതിച്ചുകൊണ്ട്, വഞ്ചിച്ചുകൊണ്ട് കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കിയവനാണവൻ. ഓർക്കനോട്ടോ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കി ഇതാ പിതാവിൻ്റെ പക്കൽ നിന്നും, ആ കുടുംബത്തിൽ നിന്നും അവൻ ദൂരദേശത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ദൈവം അവനെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ചിത്രമാണിത്. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പരാജയത്തിലൂടെ,
ചില പാപബന്ധനാവസ്ഥകളിലൂടെ, തിന്മയുടെ മേഖലകളിലൂടെ കടന്നുപോയി നിന്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു നന്മയും ഉപകാരവുമില്ലാത്ത അവസ്ഥയിൽ, നിരാശയിൽ, പരാജയത്തിൻ്റെ സങ്കടങ്ങൾ പേറുന്ന ഒരു വ്യക്തിയാണോ നീ? പ്രിയമുള്ളവരെ, യാക്കോബ് നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ദൈവം നിന്നെ കാത്തിരിക്കുന്ന ഒരിടമുണ്ട്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നീ ഏതെല്ലാം വഴികളിലൂടെ കടന്നുപോയാലും നിന്നെ ചേർത്ത് പിടിച്ച് നയിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇതാ നീ എന്ന ഇസ്രായേലിനെ, ആ ദൈവം നീ എന്ന നസ്രത്തിനെ അനുഗ്രഹത്തിൻ്റെ ഇടമാക്കി രൂപാന്തരപ്പെടുത്തും. നിന്നിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുവാൻ ആ ദൈവത്തിന് സാധിക്കും. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിച്ചവനാണ് ആ ദൈവം. നസ്രത്ത് എന്ന് പറയുന്നത് ഇല്ലായ്മയുടെ ഇടമ. ആ ഇല്ലായ്മയിൽ നിന്നാണ് ലോകത്തെ മുഴുവൻ രക്ഷിച്ച രക്ഷകനായ യേശുക്രിസ്തു കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇതേ ഇല്ലായ്മകളിലൂടെ, സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ നീ കടന്നു പോകുമ്പോൾ ഓർക്കണോട്ടോ, നിന്റെ തമ്പുരാന് ഇടപെടാനായിട്ട് പറ്റും. ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ഏതെല്ലാം സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോയാലും നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധിക്കും. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാമായി തീരുവാനായിട്ട് വിശ്വസിക്കുന്നവർക്ക് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ന്റെ-42-ാം തിരുവചനം, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ദൈവം മൂലക്കല്ലായി മാറ്റിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ, ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിൻ്റെ ജീവിതത്തെ ദൈവം എടുത്തുയർത്തും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെയുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം ആ ഒരു കൃപയിലേക്ക് നിന്നെ നയിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ എത്രയെത്ര സമയങ്ങളിൽ, എത്രയെത്ര അവസരങ്ങളിൽ ദൈവം നമ്മളെ എടുത്തുയർത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നും തമ്പുരാൻ എടുത്തുയർത്തിയ എത്രയോ അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഈ ശുശ്രൂഷ, വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ ശാലോൺ TV-യിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ശാലോൺ TV എന്ന് പറയുന്നത്, അതിൻ്റെ ആരംഭം പ്രിയമുള്ളവരെ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്. ശാലോൺ TV-യുടെ ഡയറക്ടർ ബെന്നി സാറ് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ, ഒരിക്കൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ, കുളത്തുവയലിൽ ഞങ്ങളെ ധ്യാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ സാർ പങ്കുവെച്ചൊരു അനുഭവമുണ്ട്. കുളത്തുവയലിൽ വർഗീശനോടൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് ലഭിച്ചൊരു പ്രചോദനമാണ് ഷാലോം ടൈംസ് എന്ന മാഗസിൻ്റെ ആരംഭം. പ്രിയമുള്ളവരെ, അവരിങ്ങനെ കൂടിച്ചേർന്ന് 2, 3, 4 പേര് കൂടിച്ചേർന്ന് ഇതാരംഭിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ വലിയൊരു ദൈവീക കൃപാവരത്തിൻ്റെ നിറവിലേക്ക് ശാലോം എന്ന ഒരു കൊച്ചു പ്രസ്ഥാനത്തെ തമ്പുരാനിങ്ങനെ കൈപിടിച്ച് ഉയർത്തിയ അനുഭവം. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കുടുംബത്തിൽ നിന്ന്, ഒരു കൊച്ചു ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്നിതാ ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചു കൊടുക്കുന്ന വലിയൊരു ആത്മീയ ശുശ്രൂഷയാക്കി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ TV, ഈ ഒരു ആത്മീയ ചാനലൊക്കെ ആദ്യമായിട്ട് ആരംഭിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതിൻ്റെ പിന്നിൽ തമ്പുരാൻ്റെ ഓരോ നിമിഷങ്ങളിലെയും വലിയൊരു കൈപിടിച്ച് നയിക്കുന്ന വലിയൊരു അനുഭവം സാർ പങ്കുവെച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ആയിരിക്കുന്നത് വിൻസെൻഷൻ സഭയുടെ പൊട്ട ധ്യാന കേന്ദ്രത്തിലാണ്. 1980-കളിൽ കേരള സഭയിലെ വലിയൊരു ആത്മീയ നേതൃത്വത്തിലേക്ക്, ആത്മീയ കൃപാവരത്തിലേക്ക് ദൈവജനത്തെ നയിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരിടം. ഒരുപക്ഷെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പൊട്ട ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. പ്രായമായവർക്കറിയാം, പണ്ട് അവിടെ കടന്നു വരുമ്പോൾ യാതൊരു സൗകര്യങ്ങളുമില്ലായിരുന്നു. കുടിലുകളിൽ ഓലപ്പുരകൾ കെട്ടി അതിൽ ധ്യാനിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ പ്രിയമുള്ളവരെ, ഇന്നും വിൻസെൻഷൻ സഭയുടെ മുഖമുദ്രയായ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളുമായി പല ഇടവകകൾ കയറിയിറങ്ങുമ്പോൾ, ഭവന സന്ദർശനത്തിൻ്റെ വേളകളിലൊക്കെ
ചിലപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പരിചയപ്പെടുത്തും, ഞാൻ പോട്ടാശ്രമത്തിൽ നിന്ന് വരുന്ന അച്ഛനാണെന്ന്. പ്രിയമുള്ളവരെ, പലപ്പോഴും എനിക്ക് കേൾക്കാനായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്ന വെച്ചാൽ, വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളവിടെ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്. വീട്ടിലെ പല അസ്വസ്ഥതകളും, ചിലപ്പോൾ മദ്യപാനമാകാം, മറ്റ് അസ്വസ്ഥതകളാകാം, തമ്പുരാൻ ഇടപെടേണ്ട ചില മേഖലകളാകാം. തമ്പുരാൻ ഇടപെട്ട അനുഭവം പങ്കുവയ്ക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നുമില്ലായ്മയിൽ നിന്നും അനേകരുടെ സഹകരണത്തോടെ തമ്പുരാൻ എടുത്തുയർത്തിയ ഒരിടമാണ് പോട്ടെ എന്ന പുണ്യഭൂമി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: നസ്രത്തിൽ നിന്നും നന്മയുണ്ടാകുമോ? നസ്രത്ത് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒത്തിരിയധികം നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും കടന്നു വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിനാൽ നീ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, ജീവിതത്തിൻ്റെ പരാജയങ്ങളെ, ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ എടുത്തു മാറ്റി പ്രത്യാശയുടെ പുതുതീരത്തേക്ക് നിന്നെ നയിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്റെ ജീവിതത്തെ ആ ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ഇതാ ഫിലിപ്പോസ് നഥാനയേലിനോട് പറഞ്ഞു, വന്ന് കാണുക. വന്ന് കാണുക എന്ന് പറയുന്നത് അത് വലിയൊരു ആത്മീയ ചിന്തയാണ്. അകലങ്ങളിലായിരുന്നു കൊണ്ട് നീ ധ്യാനിക്കേണ്ട ഒരു കാര്യമല്ല ക്രിസ്തു എന്ന് പറയുന്നത്. വിദൂരങ്ങളിലായിരുന്നു കൊണ്ട് നീ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തോട്, നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളോട് ചേർത്ത് വെക്കേണ്ട, നിന്റെ ജീവിതത്തെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തുവെന്ന സത്യം തിരിച്ചറിയുമ്പോൾ, ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതാ നമ്മുടെ ജീവിതം കൃപ നിറഞ്ഞതായി. ക്രിസ്തുവിനോട് ചേർന്നപ്പോഴാണ് മരക്കുരിശ് അനുഗ്രഹത്തിൻ്റെ ഇടമായി തീർന്നത്. ക്രിസ്തുവിനോട് ചേർന്നപ്പോഴാണ് ഇതാ കേവലം ഒരു കഴുത ഇതാ ഒത്തിരിയധികം ജൈവിളികൾ ഏറ്റുവാങ്ങിയത്. ക്രിസ്തുവിനോട് ചേർന്നപ്പോഴാണ് ഓരോരുത്തരുടെയും ജീവിതം കൃപ നിറഞ്ഞതായത്. ക്രിസ്തു കൂടാതെയുള്ള ജീവിതം, നസ്രത്തിൻ്റെ നന്മയായ ക്രിസ്തു കൂടാതെയുള്ള ജീവിതം, പ്രിയമുള്ളവരെ ഓർക്കുക, അധ്വാനങ്ങൾ ഫലം ചൂടില്ല. പ്രയത്നങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കില്ല. ക്രിസ്തുവില്ലാത്ത അധ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടില്ല എന്ന് തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വന്നു കാണുക, കർത്താവിനെ ചേർത്ത് പിടിക്കുക. പ്രിയമുള്ളവരെ, ഓർക്കണോട്ടോ, എനിക്കെന്തറിവുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. എൻ്റെ കർത്താവ് കൂടെയില്ലെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റില്ല. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നീ ഏത് ജീവിതാവസ്ഥയിലായിരിക്കുന്നുവോ അവിടെ നിന്നും നിന്നെ എടുത്തുയർത്തുവാനായിട്ട് നിന്റെ ദൈവത്തിന് സാധിക്കും. ഇതാ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ, തിബേരിയൂസ് കടലിൽ മീൻ പിടിക്കുവാൻ പോകുന്ന സ്ലീഹന്മാരെ കുറിച്ച്. തമ്പുരാൻ കൂടെയില്ലാതെ ഒരു രാത്രിയുടെ മുഴുവൻ അധ്വാനവും ഇതാ നിരാശ മാത്രം പ്രതിഫലം കിട്ടുന്ന അവസ്ഥയിലായിരുന്നു സ്ലീഹന്മാർ. കടലിൻ്റെ ഗതിവിഗതികളെക്കുറിച്ചും മത്സ്യബന്ധനത്തിൻ്റെ എല്ലാ സാധ്യതകളെക്കുറിച്ചും പൂർണ്ണമായ അറിവും ജ്ഞാനവും അനുഭവ പരിചയമുണ്ടായിരുന്ന സ്ലീഹന്മാർ ഒരു രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ടും ഒരു മത്സ്യം പോലും ലഭിക്കുന്നില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം നാം വചനത്തിൽ വായിക്കുമ്പോൾ ഓർക്കുക. പ്രഭാതത്തിൽ യേശു കടന്നു വന്ന് സ്ലീഹന്മാരോട് പറയുന്നു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയുവിൻ. ഇതാ വല നിറച്ച് മത്സ്യം ലഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയമുള്ള സഹോദര സഹോദരി, തമ്പുരാനെ കൂടാതെയുള്ള അധ്വാനങ്ങളൊന്നും ഫലം ചൂടില്ല. തമ്പുരാനെ മാറ്റി നിർത്തിയുള്ള ഒരധ്വാനവും ജീവിതത്തിൽ ഫലം ചൂടില്ല. പച്ചയായ യാഥാർത്ഥ്യമാണത്. നിന്റെ അധ്വാനങ്ങൾ ഫലം ചൂടുന്നില്ല എങ്കിൽ, നിന്റെ പ്രയത്നങ്ങൾ വിജയം കൈവരിക്കുന്നില്ല എങ്കിൽ, ചിന്തിക്കുവാനായി ദൈവം നിന്റെ മുൻപിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിന്റെ അധ്വാനങ്ങളിൽ നിന്റെ ദൈവം കൂടെയുണ്ടോ? ദൈവത്തെ കൂട്ടുനിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം കൃപ നിറഞ്ഞതാകും. സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, തിബേരിയൂസ് കടലിൻ്റെ തീരത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ ഇതാ തീരങ്ങളിൽ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ കടന്നു ചെന്നാൽ നിനക്ക് ആശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, നന്മയുടെ, ദൈവകൃപയുടെ അനുഭവങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ആ ഇടത്തിലേക്കാണ് ഫിലിപ്പോസ് നഥാനയേലിനെ വിളിക്കുന്നത്, വന്ന് കാണുക. തമ്പുരാൻ്റെ സവിധേ അവനെത്തുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ നന്മകളാൽ അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതായി വചനം സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ സങ്കടങ്ങളിലൂടെ,
വേദനകളിലൂടെ, പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, അപമാന ഭാരങ്ങളാൽ കടന്നു പോകുമ്പോൾ ഈശോ നിന്നോട് ഇന്ന് പറയുകയാണ്, നീ സങ്കടപ്പെടേണ്ട. നിൻ്റെ അപമാനങ്ങളെ, നിൻ്റെ വേദനകളെ, നിൻ്റെ നൊമ്പരങ്ങളെ എടുത്തു മാറ്റുവാൻ കഴിവുള്ള ദൈവം, നിന്നിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആ തമ്പുരാൻ്റെ പക്കലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ച്, പ്രാർത്ഥനയോടെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ തമ്പുരാൻ്റെ പക്കലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, കരുണിവാനായ ദൈവമേ, ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ, പരാജയത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഈ വേദനകൾക്കപ്പുറം പ്രത്യാശയുടെ ഒരു തീരമുണ്ട് എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുവാൻ, ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിക്കുവാൻ കഴിവുള്ള നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവദൂതൻ നൽകിയ ഉത്തരം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ ജീവിതങ്ങളെ അടിസ്ഥാന ശിലകളാക്കി രൂപാന്തരപ്പെടുത്തും. ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി തമ്പുരാൻ മാറ്റിയതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങളെ അനുഗ്രഹത്തിൻ്റെ ജീവിതങ്ങളാക്കി അങ്ങ് രൂപാന്തരപ്പെടുത്തുമെന്നുള്ള വലിയ ബോധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് എല്ലാ അനാഥരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോരുമില്ലാതെ വേദനിക്കുന്ന അനാഥമായ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ നിറവ് നൽകി പ്രത്യാശയുടെ തീരത്തേക്ക് അവരുടെ ജീവിതങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സാധിക്കുവാണെങ്കിൽ ഒരു നേരത്തെ ഒരു ഭക്ഷണം, ഒരു ഉപവാസമാക്കിയെടുത്ത് എല്ലാ അനാഥരെയും സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കളാണ് അവരോരോരുത്തരും എന്നുള്ള ബോധ്യത്തിലേക്ക് അവരെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനാ സാഷ്ടാംഗം പ്രണമിച്ചിടാൻ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേകും ദൈവമേ എൻ സർവസ്വമേ, ഏകനായി ഞാൻ നിന്റെ മുമ്പിൽ നാഗമോടെ നിന്നിടുന്നു. സ്വയമാക്കിക്കൊണ്ട് പാടാം. അവിവേകിയായി അരുതായ്മകൾ ചെയ്തു പോയ ദോർക്കരുതേ, അലിവോടെ നിൻ മകനാക്കണേ, ലോകപാത ഞാൻ വെടിയാൻ. അമ്മയേക്കാൾ സ്നേഹമേകും
ഈശോയേ ആരാധന. ആരാധിച്ച് ഈശോയേ ആരാധന. ഈശോയേ ആരാധന. ഈശോയേ ആരാധന. ഈശോയേ ആരാധന. ഈശോയേ ആരാധന. ഈശോയേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിച്ച് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. ചെറിയ ശബ്ദത്തിൽ ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹൃദയത്തില് അധരങ്ങളിൽ യേശുനാമം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ഈശോയെ സ്തുതിച്ചേ. ചെറിയൊരു ശബ്ദത്തിൽ ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന, പിതാവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൊപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിമല സങ്കേതം ശുശ്രൂഷയിലൂടെ അനേകം മക്കളുടെ വ്യക്തിജീവിതങ്ങളെയും കുടുംബങ്ങളെയും മറ്റു ബന്ധങ്ങളുടെ മേഖലകളെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി താരമധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മോടൊപ്പമായിരിക്കുന്ന തമ്പുരാന് ഒന്നും അസാധ്യമായിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46-ാം തിരുവചനം. നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, വന്നു കാണുക. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യേശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അൾത്താരയിലുള്ള ദിവ്യകാരുണ്യേശോ നസ്രത്തിൻ്റെ നന്മയായിരുന്നു. ഈ അൾത്താരയിൽ എന്നെ ആശീർവദിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ എൻ്റെ കൂടെ ആയിരിക്കുന്ന ഈശോ നസ്രത്തിൻ്റെ നന്മയാണ്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇല്ലായ്മകളെ അനുഗ്രഹമാക്കുന്ന തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാ, നീ ഒരു നസ്രത്താണ്, നിന്റെ കുടുംബം ഒരു നസ്രത്താണ്. ഇതാ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ജീവിതമാക്കി നിന്നെ ഞാൻ രൂപാന്തരപ്പെടുത്തും. കർത്താവേ, എൻ്റെ ജീവിതത്തെ കൃപയുടെ, നന്മയുടെ, അഭിഷേകത്തിൻ്റെ ഒരു ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് സ്വന്തമായി സ്വസ്ഥാനങ്ങളിൽ നമുക്കിരിക്കാം. ഏറ്റവും ഭക്തിയോടെ നിങ്ങളെവിടെയായിരിക്കുന്നുവോ ഈ സമയം, പ്രിയമകനെ, പ്രിയമകളെ, അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്, അഭിഷേകത്തിൻ്റെ സമയമാണ്. തമ്പുരാൻ നിൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ദിവ്യകാരുണ്യത്തെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിൻ്റെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവിലാവുകയില്ല. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിൻ്റെ ദൈവം ഉത്തരം നൽകും. വിമല സങ്കേത ശുശ്രൂഷയുടെ 19-ാം ദിനത്തിൽ വചനത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തന്നു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനം.
മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാനായി എൻ്റെ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ ലഭിച്ച എലിസബത്തിൻ്റെ ആനന്ദത്തിൻ്റെ വാക്കുകളാ സമൂഹത്തിൻ്റെ ഇടയിൽ അന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയ പലരുടെയും കുത്തുവാക്കുകൾ കേട്ട് കണ്ണുനീരിൻ്റെ സങ്കടത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയവളെ ദൈവം കടാക്ഷിച്ച് അനുഗ്രഹിച്ചു. ദൈവസന്നിധിയിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് എലിസബത്ത് പറയുന്ന വാക്കുകളാ, ഇതാ എൻ്റെ കർത്താവ് എന്നെ കടാക്ഷിച്ചു. എൻ്റെ അപമാനങ്ങളിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, ഈ ദിവികാരുണീശോയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല. നീ ഒരു കാര്യം പോലും ചെയ്യാനായി കഴിവില്ലാത്തവളാ എന്നൊക്കെ പറഞ്ഞ് നിന്നെ നിന്റെ പ്രിയപ്പെട്ടവർ കൂടെയുള്ളവർ ഒറ്റപ്പെടുത്തിയപ്പോൾ സങ്കടത്തിൻ്റെ, വേദനയുടെ, നിരാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ തമ്പുരാൻ പറയുകയാണ്, നിന്റെ അപമാനങ്ങളെ എടുത്തു മാറ്റുവാൻ കഴിവുള്ളവൻ ഇതായി അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്നു. നിന്റെ ജീവിതത്തിൻ്റെ കുറവുകളെ, ബലഹീനതകളെ, പോരായ്മകളെ, കണ്ണുനീരിനെ തുടച്ചു മാറ്റി പ്രത്യാശയുടെ മഴവില്ല നിന്റെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാൻ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ നല്ല നാളുകൾ നിന്റെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാൻ കഴിവുള്ളവൻ ഇതാ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനം, വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ, നിന്റെ ജീവിതത്തിൻ്റെ കുറവുകളിൽ, ഉള്ളം നൊന്തു നീ തേങ്ങുന്ന നിമിഷങ്ങളിൽ ഉള്ളം കയ്യിലെടുത്ത് നിന്നെ സ്നേഹിക്കുന്ന ദൈവം, നിന്റെ തകർച്ചകളിലും നിന്റെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലും നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹമയനായ ദിവികാരുണീശോയിതാ ഈ അൾത്താരയിൽ നിന്ന് നിന്നോട് പറയുക, പ്രിയമകനെ, പ്രിയമകളെ, നീ ഇനി കരയരുത്, നീ ഇനി സങ്കടപ്പെടരുത്. കാരണം നിന്റെ അപമാനങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ ദുഃഖങ്ങൾ എടുത്തു മാറ്റുവാൻ ഞാനിതാ നിന്റെ കൂടെ ഈ അൾത്താരയിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ മാത്രം അനുഗ്രഹിക്കുവാൻ ഇതാ നിന്റെ ദൈവം ഈ അൾത്താരയിൽ ഉള്ളം നൊന്ത് തേങ്ങുന്ന നിന്റെ നൊമ്പരങ്ങളെ, വേദനകളെ, മുറിപ്പാടുകളെ കരങ്ങളൊന്ന് മടിയിൽ തുറന്നു വെച്ച് ആ തമ്പുരാൻ്റെ പക്കലേക്ക് പകർന്നു കൊടുത്തു. ഈശോ ഇതാ സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശമായി ഉള്ളം കയ്യിലെടുത്ത് നിന്നെ ആശ്വസിപ്പിക്കും. ഈ ഗാനത്തിൻ്റെ ഇരടികൾ കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തെ, നിന്റെ വേദനകളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തമ്പുരാൻ നിനക്ക് ഉത്തരം നൽകും തീർച്ചയായും. ഉള്ളം നൊന്തുനി തേങ്ങുമ്പോ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ, ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ, ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ വിട്ടുകൊടുത്തൊന്ന് പ്രാർത്ഥിച്ചു. ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ, ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ, ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം വാത്സല്യത്തോടെ ഈശോ നിന്നെ വിളിക്കുന്നു, എൻ്റെ എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഈശോയെന്ന് നോക്കിക്കേ, ഈശോ നിന്നെ വിളിക്കുകയാ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ,
അടയ്ക്കുമ്പോൾ തമ്പുരാന്റെ ഉള്ളം കയ്യിലാ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. അത്രത്തോളം കരുതലോടെ ഈശോ ഇതാ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ആരൊക്കെ നിന്നെ വെറുത്താലും, ആരെല്ലാം നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ഒരുപക്ഷെ നിന്റെ പ്രിയപ്പെട്ടവരാകാം, നിന്റെ കൂടെയുള്ളവരാകാം, നിന്റെ ജീവിതത്തിൽ നീ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികളാകാം, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, നിന്നെ കാണാനായിട്ട് കൊള്ളില്ല, കാണാനാകില്ല, നിന്നെ കൊണ്ടൊരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെ നിന്നെ മുറിപ്പെടുത്തുന്ന, നിന്നെ കുറ്റപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം അപ്പുറത്തിതാ തമ്പുരാൻ പറയുകയാണ്, ഒരു വേള പോലും നിന്നെ പിരിയാതെ ഞാൻ നിന്റെ കൂടെയുണ്ട്. കാരണം നീ എനിക്ക് പ്രിയപ്പെട്ടവനാ, നീ എൻ്റെ പൊന്നു കുഞ്ഞാണ്, നീ എൻ്റെ വാത്സല്യമുള്ള മകനാണ്, നീ എൻ്റെ വാത്സല്യമുള്ള മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് കൊടുത്തേ. കണ്ണുകൾ തുറന്ന് ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയെ നോക്കി ഇതാ ഈ വരികളോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരൊക്കെ നിന്നെ മറന്നാലും. ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരു വേള പോലും പിരിയില്ല ഞാൻ. ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരു വേള പോലും പിരിയില്ല ഈശോ നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു. കണ്ണുകൾ തുറന്ന ഈശോ എന്ന് നോക്കിക്കേ, നിന്റെ ദൈവം സന്തോഷത്തോടെ തമ്പുരാനെ ഒന്ന് നോക്കിക്കേ. ഇടറല്ലേ പകരല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. കരങ്ങളൊന്ന് മടിയിൽ തുറന്നു വെച്ച് അവന് തമ്പുരാനെ നീ ഒന്ന് നോക്കിക്കേ. ഒരു പക്ഷേ ഒത്തിരി രോഗങ്ങളിലൂടെ, ഒത്തിരിയധികം സഹനങ്ങളിലൂടെ, ജീവിതത്തിൽ ചിലപ്പോൾ നീ ആരംഭിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതിൻ്റെ സങ്കടത്താൽ, പരാജയങ്ങളാൽ നീ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നീ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹത്തോടെ പരിശ്രമിച്ച് ചെയ്തു, പക്ഷേ പ്രതീക്ഷിച്ച ഒരു വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നിന്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ നീ ഒരു കോമാളി എന്നതുപോലെ പരിഹാസപാത്രമാകുമ്പോൾ തമ്പുരാൻ നിന്നോട് പറയുകയാണ്, നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇനി നിന്റെ ജീവിതത്തിൽ ഒത്തിരിയധികം പാപത്തിന്റെ ബന്ധനങ്ങളിലൂടെ, തിന്മയുടെ ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഈശോ നിന്നെ തിരിച്ചു വിളിക്കുകയാ, എൻ്റെ കുഞ്ഞേ നീ എൻ്റെ പക്കലേക്ക് തിരികെ വാ, നിന്നെ ഞാൻ മാറോടെടുത്ത് സ്നേഹിക്കുന്നു. വലിയ ഒരു ആശ്വാസത്തിന്റെ വാക്കുകളാ. നിന്റെ പതനങ്ങളിൽ നിന്റെ തമ്പുരാൻ നിന്റെ കൂടെയുണ്ട്. ആ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുത്ത് വരികളോട് ചേർന്ന് പാടാം. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗിയായി നീ തേങ്ങിക്കരയുമ്പോ, പാപിയായി നീ നീറി കളരുമ്പോ, രോഗിയായി നീ തേങ്ങിക്കരയുമ്പോ, പാപിയായി നീ ഏറെ തകരുമ്പോ, ആശ്വാസമേകിട അണഞ്ഞിടാം ഞാൻ, ആത്മീയ ജീവൻ പകർന്നിടാം ഞാൻ. ആശ്വാസമേകിടാൻ അണഞ്ഞിടാം ഞാൻ, ആത്മീയ ജീവൻ പകർന്നിടാം. പ്രത്യാശയോടെ തമ്പുരാനെ നോക്കി. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോ, ഉള്ളം തമ്പുരാനുണ്ടല്ലോ. ഞാൻ ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ.
ദുഃഖങ്ങളെ, നിന്റെ പ്രയാസങ്ങളെ, നിന്റെ ഭാരങ്ങളെ, ഇഷ്ടപ്പെട്ടു പോയ എല്ലാ നൊമ്പരങ്ങളെയും ചെടുത്തു മാറ്റി അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ സ്നേഹത്തോടെ തമ്പുരാൻ എന്നെ വിളിക്കുക. എന്റെ കുഞ്ഞേ പൊന്നോമലേ, തുറന്ന് പ്രത്യാശയോടെ തമ്പുരാനെ നോക്കിക്കേ. എന്റെ ദൈവം ഞാനല്ലയോ, എന്റെ കുഞ്ഞേ പൊന്നോമനെ, ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന പൊന്നുതമ്പുരാനെ ഒന്ന് നോക്കിക്കേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ തളർച്ചകളിൽ നിന്ന് നിന്നെ വിമോചിപ്പിക്കുവാൻ ഇതാ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 42-ാം തിരുവചനം, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മുലക്കല്ലായി തീർന്നിരിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മുലക്കല്ലായി തീർന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തെ പ്രത്യാശയുടെ പുതുതീരത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് നിന്റെ ദൈവം. ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഓർക്കണം കേട്ടോ, നസ്രത്തിൽ നിന്ന് നന്മ വരും. നസ്രത്ത് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാ. നമ്മളിൽ നിന്ന് നന്മ വരണമെങ്കിൽ നമ്മളിൽ ഈ ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ടാകണം. ആ തമ്പുരാൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഇതാ തമ്പുരാൻ നമ്മളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിലൂടെ നമ്മുടെ ദൈവം ഇതാ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം ജീവിതത്തെ ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം ജീവിതത്തെ തള്ളിപ്പറഞ്ഞാലും, നിന്റെ കൂടെയുള്ള നിന്റെ ദൈവം നിന്നെ കൈവടിയുന്നവനല്ല. അവനിതാ നിന്നെ ശക്തിപ്പെടുത്തും. തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം ഇതാ നിന്റെ കൂടെയുണ്ട്. ആ തമ്പുരാനെ വിളിച്ചൊന്ന് അപേക്ഷിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ദൈവമേ, നിന്റെ ചൈതന്യം ഞങ്ങളിലേക്ക് പകർന്നു നൽകണമേ. നമുക്കറിയാവുന്ന ഇരടികൾ സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ നാഥാ, നിന്റെ ചൈതന്യത്തെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പുത്തൻ പ്രത്യാശയും പ്രതീക്ഷയും നൽകുവാനായി പകർന്നു നൽകണമെന്ന് ആഗ്രഹിച്ച് ഇരുകരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ച് നമുക്കൊന്ന് ചേർന്ന് പാടാം. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ ശക്തിയേകി ഞങ്ങളെ നയിക്കണമേ നാഥാ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ഞങ്ങളിൽ വന്നു നിറയണേ. എല്ലാവരും ചേർന്നൊന്ന് പാടിക്കേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ഞങ്ങളിൽ വന്നു നിറയണേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുവാൻ ആഗ്രഹിച്ച് ശ്രമയർത്തി ചേർന്ന് പാടട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തി അയക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണേ. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ചൊന്ന് പാടി പ്രാർത്ഥിച്ചേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ഞങ്ങളിൽ വന്നു നിറയണേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ വിമല സങ്കേത ശുശ്രൂഷയുടെ 19-ാം ദിനത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ദ്വികാരുണ്യനാഥന്റെ കൃപ തുളുമ്പുന്ന ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലോർക്കാം. ഇന്ന് പൊതുവായി നമ്മൾ എല്ലാ അനാഥരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ഈശോയുടെ സന്നിധിയിലേക്ക് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് സമർപ്പിച്ച്, ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാം. തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കൾ കാലഘട്ടത്തിൻ്റെ തിന്മകളിൽ വീണു പോകാതെ വിശുദ്ധരായി ജീവിക്കുവാൻ, പ്രത്യേകിച്ച് തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു പോകാതെ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഭവന നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത ഒരു കുടുംബം പ്രാർത്ഥന നിയോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, അങ്ങാണല്ലോ ഞങ്ങളുടെ ഭവനം പണിയുന്നത്. സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഭവന നിർമ്മാണത്തിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഏറ്റവും മനോഹരമായ ഭവനങ്ങൾ പണിതു തീർക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ, ഭർത്താവിൻ്റെ രോഗങ്ങൾ മാറുവാനായിട്ട്, കുടുംബത്തിലെ അംഗങ്ങളുടെ രോഗങ്ങൾ മാറുവാനായിട്ട്, ബിസിനസ് മേഖല അനുഗ്രഹിക്കപ്പെടുവാനായിട്ടുള്ള പ്രാർത്ഥനാ സഹായം, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ദുഷ്ടാരൂപിയുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ വാങ്ങുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥനാ സഹായം കർത്താവെ സമർപ്പിക്കുകയാണ്. എല്ലാ നിയോഗങ്ങളും വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 2ാം ഘട്ടത്തിൻ്റെ അവസാന ദിവസം ഞങ്ങളായിരിക്കുമ്പോൾ ഈ 2 ഘട്ടങ്ങളിലൂടെ, ആദ്യത്തെ 12 ദിനത്തിൻ്റെ 1ാം ഘട്ടത്തിലും ഈ 7 ദിനത്തിൻ്റെ 2ാം ഘട്ടത്തിലും നീ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ കുറവുകളെയും ബലഹീനതകളെയും നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ ബലഹീനതയിൽ ശക്തി പകരുന്ന നിന്റെ സാന്നിധ്യത്തെ ദിവ്യകാരുണ്യ ആരാധനയുടെ നിമിഷങ്ങളിലൂടെ, വചനത്തിൻ്റെ ആത്മീയ ശബ്ദങ്ങളിലൂടെ, ആത്മീയ വിചിന്തനങ്ങളിലൂടെ നീ ഞങ്ങളെ ബോധ്യപ്പെടുത്തി. പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നന്ദി പറയുന്ന കർത്താവേ, തുടർന്നുള്ള ദിനങ്ങളിലും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ സമർപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രവൃത്തി. എല്ലാ അനാഥരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യം ലഭിക്കുന്നതിനായി ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.